നേരത്തെ ജിതേഷ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു സെലിബ്രേഷനോട് കൂടിയാണ്. ജനനം മുതൽ മരണം വരെ അതിനൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ അല്ലേ. റിട്ടയർമെൻറ്റും ഒരു ഫംഗ്ഷനായിട്ട് ഗംഭീരമായിട്ട് ഇങ്ങനെ നടത്താമെന്ന് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. വിത്ത് ചിയർ ഗേൾസും കൂടി വന്നിട്ട് ഫ്രണ്ടിൽ. പക്ഷെ നല്ലൊരു ആശയമായിരുന്നു, വളരെ നല്ലൊരു ആശയം. നിങ്ങൾ 5 പേരെ അങ്ങനെ കൊണ്ടുവരേണ്ടതായിരുന്നു. അപ്പോൾ ഏതായാലും ഇത് എല്ലാത്തിനും ഇടയിൽ ഒരു ലൈൻ വരയ്ക്കുന്നതല്ല. ഇതിൽ നമ്മൾ ഒരു ഡീവിയേഷനാണ് ജീവിതത്തിൽ, ഒരു ഡീവിയേഷൻ. ഇന്ന് ചെയ്യുന്ന ജോലി നാളെ ഇത് തന്നെയാണെങ്കിലെന്നില്ല, വേറൊരു രീതിയിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം കുറച്ച് കാര്യങ്ങൾ കൂട്ടുക, അങ്ങനെ ഒരു മാറ്റമാണ് ഈ റിട്ടയർമെൻറ്റിലൂടെ വരുന്നത്. ഒന്നും എവിടെ അവസാനിക്കുന്നില്ല, എല്ലാം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിയാ, നമ്മളിത് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഡെയിലി കാണുന്ന മുഖങ്ങൾ നമ്മൾ പെട്ടെന്ന് പിറ്റേ ദിവസം മുതൽക്ക് നമ്മൾ അവരെ കാണുന്നില്ല. അപ്പം നമുക്കും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ അതുമായിട്ട് നമ്മളാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണല്ലോ നമ്മളെല്ലാവരും ചെയ്ത്. ഇപ്പോൾ ഇവിടുന്ന് എത്ര പേര് ഇവിടുന്ന് വന്നു പോയി, ചിലരൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇനി എങ്ങോട്ട് ഞാൻ മുന്നോട്ടെന്ന് വരെ ചിന്തിച്ചത് കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് അതിനോട് പോയി. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അത് നമ്മൾ നാച്ചുറലായിട്ട് എല്ലാവരും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. എല്ലാവരും നമ്മൾ ഒരു ദിവസം നമ്മളെല്ലാവരും റിട്ടയർഡ് പോകേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മുടെ ജോലിയെ രീതി മാറ്റുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റോർ സൂപ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇന്നും എൻ്റെ മൊബൈലിൽ സേവ് ചെയ്ത PSK ആണ്. ഇന്ന് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അത് പിന്നെ ഞാൻ മാറ്റാൻ പോയിട്ടില്ല. സ്റ്റോർ സൂപ്രണ്ട് ഞാനിവിടെ ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ PSK ആയിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ഇവിടുന്ന് ട്രാൻസ്ഫർ പോയപ്പോൾ നിങ്ങൾ പോയാൽ എങ്ങനെയാണ് കണ്ടൊരു, കാരണം അതൊരു സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇദ്ദേഹം പോയി, വേറെ ആൾ വന്നു, ഇന്നിപ്പോൾ സ്റ്റോർ സൂപ്രണ്ടായിട്ട് ഇവിടെ വീണ്ടും എൻ്റെ അടുത്തേക്ക് ഇവിടുത്തെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തന്നെ ഇങ്ങോട്ട് വന്നു. അത് വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, മൂപ്പര് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് സ്റ്റോർ സൂപ്രണ്ടും കുറച്ച് ഫാർമസിസ്റ്റ് കല്യാണ ഫംഗ്ഷനാണ് മണവാട്ടി വന്നത് പിന്നെ മനസ്സിലാക്കിയത്. സോ അതിന് മണവാട്ടിയെ സ്വാഗതം ചെയ്യണം. ആദ്യം മണവാട്ടി നമ്മൾ കൊണ്ടുവിടും. ഞങ്ങൾ ലേറ്റായപ്പോൾ ഇത് പ്രതീക്ഷിച്ചില്ല. യൂഷ്വൽ ലേറ്റായിരുന്നു, പക്ഷെ അതിനേക്കാൾ ലേറ്റായപ്പോൾ നമുക്ക് എന്തോ വരുന്നത് നമുക്ക് മനസ്സിലായി. ഇത്രയും ഗംഭീരം തന്നെ വരും നിങ്ങൾ മനസ്സിലാക്കിയില്ല. സോ ആസ് യു ഓൾ നോ, നമുക്കറിയാം, എനിത്തിങ് സ്റ്റാർട്ട്സ് ഹാസ് ടു എൻഡ്. നമ്മൾ ലൈഫിനെ പറ്റി പറയുന്നതല്ല, ജീവിതം തുടങ്ങും, അത് അവസാനിക്കുകയും ചെയ്യും. അതുപോലെയാണ് നമ്മളെ ഗവൺമെൻറ് സർവീസ്. എപ്പോൾ തുടങ്ങിയാലും നാച്ചുറൽ കോഴ്സിൽ അത് കൃത്യമായിട്ട് അവസാനിക്കും. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, ഗവൺമെൻറ് സർവീസ് എന്ന് വെച്ചാൽ പുറത്തുള്ള പലരും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ കുറച്ച് സെലക്ടഡ് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ് ഈ ഗവൺമെൻറ് സർവീസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം പെണ്ണ് കാണാൻ പോകുമ്പോഴും ഗവൺമെൻറ് ജോലിയാണെന്ന് ചോദിക്കുന്ന കാലമാണ്. ഗവൺമെൻറ് ജോലിയാണെങ്കിലേ പെണ്ണിൻ്റെ തരുള്ളൂ. അപ്പം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഡ്യൂ ടു മെനി റീസൺസ്. നമ്മൾ 2 ടൈപ്പ് ഓഫ് സർവൻസ് ഉണ്ട്. പബ്ലിക് സർവൻസ് ഉണ്ട്, അതാണ് നമ്മളെ നിയമസഭയിൽ ഇരിക്കുന്ന ആൾക്കാർ. പബ്ലിക് നമ്മളെ ഇരുത്തിയിട്ട്
ചെയ്തിരിക്കുന്ന വിശിഷ്ടത്തിന് എൻ്റെ സഹപ്രവർത്തകർ പല രോഗികൾക്കും നമുക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ആദ്യമായി തന്നെ ഞാൻ എൻ്റെ സൗദർജിനെ പറ്റി പറയാം. സൗദർജി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ. പിന്നെ ഇവിടെ ഞാൻ ട്രാൻസ്ഫറായി വന്നപ്പോൾ എടീ ഷീതേ എനിക്ക് ഞാൻ ബാക്കിൽ ഞാനുണ്ട്, നീ മുന്നിൽ നിൽക്കുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് സൗദർജി പോകുന്നത് ഒരു എന്താ പറയുക ബാക്ക് ബോൺ പോണ പോലെ തന്നെയാണ് എനിക്ക്. ഞങ്ങളെ എന്നെ സോക്കും എന്താ പറയണ്ട, എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, മതി. പിന്നെ ഇനി ഉഷ പാവാണ്. ഉഷ പാവാണ്, ചാടി തുള്ളി കളിക്കും, പക്ഷെ പാവാണ് അവള്. എല്ലാ നേരത്തും അവിടെ വരും, NSO വരും, പാവം. അത്ര പറയാം. പിന്നെ സ്റ്റോർ സൂപ്രണ്ട് മുതൽ ആരംഭിച്ച് ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. ആ ജീവിതയാത്രയിൽ, അതായത് സേവന യാത്രയിൽ സാറിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റും ഊർജ്ജസ്വലവുമായിരുന്നു. ഇനി തുടർന്നും സാറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് അങ്ങനെ തന്നെ ഊർജ്ജസ്വലമായി തീരട്ടെ. എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു സാറിൻ്റെ ഈ കർത്തവ്യത്തിനിടയിൽ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു PSK എന്ന നിലയിൽ നെടും തൂണുകൾ തന്നെയാണ് ഇവിടുന്ന് ഇന്ന് റിട്ടയർ ചെയ്യുന്നത്. വിരമിക്കുകയാണ്. അവർ ഈ ആശുപത്രിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ കാണുമ്പോൾ ചിരിക്കുമോ അങ്ങനെ ആരും കാണാറില്ല സാറിനെ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ NSOയിലെ ഒരു കാഴ്ച കണ്ടു. സാറിനെ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട SNOമാരെല്ലാവരും കൂടി വിളിച്ചു വരുത്തിയിട്ട് കൃഷ്ണനെ നടുവിലിരുത്തി ഗോപികമാർ എങ്ങനെയാണോ കുഞ്ഞായിരിക്കുന്നത് അത് ഞാൻ കണ്ടു. അതിൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞത് തന്നെ. പക്ഷെ സാറ് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. എന്നോട് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ തന്നെ പറഞ്ഞു, ഇത്ര നല്ലൊരു ഷോ സൂപ്രണ്ട് ഇല്ല, ഇനി ആരാണാവോ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിന് വളരെ വൈകി ഇന്ന് ഞാൻ പേഴ്സണലി പരിചയപ്പെട്ട സാറിന് എല്ലാവിധ ആശംസകളും സാറിൻ്റെ കുടുംബത്തിനും നേരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഉഷ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. ഉഷ എനിക്കറിയാം ലീവ് ചോദിക്കാനും ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അവിടെ വരാറുണ്ട്. വളരെ ബഹുമാനത്തോടും വിധേയത്തോടും കൂടി മാത്രം പെരുമാറുന്ന എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഉഷേച്ചിയെ ഒരു ഡ്യൂട്ടി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഉഷേച്ചി വരാറുണ്ട്. ഉഷേച്ചിയുടെ ശാരീരികമായ ആ ബലഹീനതകളൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ ഡ്യൂട്ടികൾ നല്ലോണം നിർവഹിക്കുന്നതിൽ അവർ പ്രാപ്തി തെളിയിച്ചിട്ടുണ്ട്. ഉഷേച്ചിക്ക് ഏറ്റവും പ്രയോജന ഭാഷയിൽ നന്ദി പറയുകയും അവരുടെ കുടുംബത്തിനും ഏറ്റവും നല്ല ഐശ്വര്യം നേടുകയും ചെയ്യുന്നു. ഇനിയുള്ള ആള് എന്ന് വെച്ചാൽ വിട്ടുപോയി നമ്മുടെ ലാബ് ടെക്നീഷ്യൻ സിന്ധു ഞാൻ ഒരു ദിവസം കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് NSOയിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ചുരുക്കം പേരെ വരാറുള്ളൂ. അപ്പൊ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു ലാബ് ടെക്നീഷ്യനാണെന്ന് പറഞ്ഞു. അതെനിക്ക് വീണ്ടും അത്ഭുതം ജനിപ്പിച്ചു. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, വളരെ നല്ല ആളാണ്. അത് വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. പേഴ്സണലി വലിയ പരിചയം നിലാവുന്നതുകൊണ്ട് എലാബറേറ്റ് ആയിട്ട് പറയാനൊന്നും സാധിക്കുന്നില്ല. എങ്കിലും ഹൃദയത്തിന്റെ ഭാഷയിൽ അവർക്ക് നന്ദിയും അവർക്കും എല്ലാ ഐശ്വര്യങ്ങളും. ഓക്കെ